ഇന്ന് സോഷ്യൽ സയൻസ് സെക്കൻഡ് ചാപ്റ്റർ രണ്ടാമത്തെ അധ്യായം തുടങ്ങി വയ്ക്കാം. മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ. മധ്യകാല ഇന്ത്യയുടെ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് മധ്യകാല ഇന്ത്യയിലെ വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചും മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചുമായിരുന്നു. അതിൻ്റെ തന്നെ തുടർച്ച, അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ കുറേയേറെ സാംസ്കാരിക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ കൊല്ലം 6ാം ക്ലാസ്സിൽ പഠിച്ചതൊക്കെ തന്നെയാണ്. തുടങ്ങാം. തമിഴ് വരികൾ, അതായത് കുലശേഖര ആഴ്വാർ പെരുമാൾ തിരുമൊഴി എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കുറച്ച് തമിഴ് വരികൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വായിക്കാം. കോനേറി വാഴും കുറുകായി പിറപ്പേനെ തിരുവേങ്കട ചൂനയിൽ മീനായി പിറക്കും വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും വേങ്കട മലയുമേൽ തമ്പകമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്തും. 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആഴ്വാർ എന്ന ഭക്തകവി രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. തമിഴ് വരികൾ ഒന്നുകൂടെ വായിക്കാം. കോനേറി വാഴൻ കുറുകായി പിറപ്പേനെ തിരുവേങ്കട ചൂനയിൽ മീനായി പിറക്കും വേങ്കടത്ത് ചെമ്പകമായി നിൽക്കും വേങ്കട മലയുമേൽ തമ്പകമായി കോയിലിൻ വാസലിൽ പടിയായി കിടന്നു. അതിൻ്റെ വിവർത്തനം കൊടുത്തിട്ടുണ്ട്, മലയാളത്തിലുള്ള വിവർത്തനം. അതായത് തിരുവേങ്കട മലയിൽ ഒരു പ്രാവായി, അവിടുത്തെ കുളത്തിലൊരു മീനായി, ഒരു ചെമ്പകമായി, മലയിലെ തൂണായി, ക്ഷേത്രത്തിലെ ഒരു പടിയായി, എങ്കിലും ജനിച്ചാൽ മതി എന്നുള്ളതാണ് ഈ കുലശേഖര ആഴ്വാർ എഴുതിയ പെരുമാൾ തിരുമൊഴിയുടെ വിവർത്തനം. ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണ്? ദൈവത്തിന് സമ്പൂർണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ആദ്യം പഠിക്കുവാനുള്ളത്. മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിച്ചിരുന്നു. സാമൂഹ്യ വിവേചനം നേരിട്ടിരുന്ന വിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ക്രമേണ വ്യത്യസ്ത കാലങ്ങളിൽ ഇന്ത്യയിൽ വിവിധ ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും സമന്വയവും ഉണ്ടായി. ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച 2 പ്രധാന സാംസ്കാരിക പ്രസ്ഥാനങ്ങളായ ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നാം ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നത് ഭക്തി, സൂഫി പ്രസ്ഥാനങ്ങളെക്കുറിച്ച്. ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവും. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം, അതായത് ദക്ഷിണേന്ത്യയിലാണ് ആദ്യം ഭക്തി പ്രസ്ഥാനം ഉടലെടുത്തത്. എന്താണ് ദക്ഷിണേന്ത്യയിൽ ആരംഭിച്ച ഭക്തി പ്രസ്ഥാനം? ഇഷ്ടദൈവത്തോടുള്ള ആ ചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഈ ഭക്തകവികൾ. CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ നോക്കൂ. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ഉടലെടുത്ത ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇഷ്ടദൈവത്തോടുള്ള അചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു. അവരാണ് ഭക്തി പ്രസ്ഥാനം സ്ഥാപിച്ചത്. അപ്പോൾ അവർ ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭക്തർ, വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നവർ ആഴ്വാർമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ശിവനെ ആരാധിക്കുന്നവർ നായനാർമാർ. അപ്പോൾ അവർ ഇഷ്ടദൈവങ്ങൾക്ക് വേണ്ടി ഗീതങ്ങളും കീർത്തനങ്ങളും എല്ലാം രചിച്ചിരുന്നു. അപ്പോൾ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ആഴ്വാർമാർ എന്നും, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ആഴ്വാർമാർ എന്നും, ശിവനെ ആരാധിക്കുന്നവർ നായനാർമാർ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ ഇവരാണ് ഭക്തകവികൾ. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ്? CE 7 മുതൽ 12ാം നൂറ്റാണ്ടുകൾക്കിടയിൽ, അതായത് CE 7നും 12ാം നൂറ്റാണ്ടിനും ഇടയിലാണ്
ഈ പ്രസ്ഥാനം നിലനിന്നിരുന്നത്. അതിൻ്റെ സവിശേഷതകൾ താഴെ കൊടുത്തിട്ടുള്ളത്. സൗത്ത് ഇന്ത്യയിലെ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ സവിശേഷതകൾ വായിക്കാം. പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും. അതായത് പ്രാദേശിക റീജിയണൽ ലാംഗ്വേജിൽ കീർത്തനങ്ങളൊക്കെ രചിച്ചിരുന്നു, അതൊക്കെ ആലപിച്ചിരുന്നു. പിന്നെയോ ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും. അത് ദൈവത്തെ അവർ അത്രമേൽ സ്നേഹിച്ചിരുന്നു, ജീവിതം തന്നെ ദൈവത്തിനായി സമർപ്പിച്ചിരുന്നു. പിന്നെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. അന്നത്തെ മിഡീവൽ ഇന്ത്യയിലെ സമൂഹത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? അന്ന് എല്ലാ രീതിയിലും വിവേചനം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അതായത് തൊഴിൽ മേഖലയിലും സാമ്പത്തികം എല്ലാ രീതിയിലും വിവേചനം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്താണ് ഈ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടതും. ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവിടെ പ്രവേശനവും ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, അതായത് ലിംഗവിവേചനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇഷ്ടദൈവത്തോടെ ഏത് ദൈവത്തിനാണോ അവർ ഇഷ്ടപ്പെടുന്നത് ആ ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. അപ്പോൾ എന്തൊക്കെയാണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെ രചനയും ആലാപനവും, ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും, ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം, സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം, ഇഷ്ടദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന. ഇതൊക്കെയായിരുന്നു ഈ ഡിവോഷണൽ മൂവ്മെൻറ്റിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു. അനാചാരങ്ങളും അസമത്വങ്ങളും ശക്തമായിരുന്ന അക്കാലത്ത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ ഏറെ സ്വാധീനിച്ചു. സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. ജാതി ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. അപ്പോൾ തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം ഒരു ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. അതായത് എല്ലാ ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. അപ്പോൾ തമിഴ്നാട്ടിലാണ് ജനകീയ പ്രസ്ഥാനമായി രൂപം കൊണ്ടത്. പിന്നെയോ ഈ വിഷ്ണുഭക്തരായ ആഴ്വാർമാരും ശിവഭക്തരായ നായനാർമാരുമൊക്കെ പ്രാദേശിക ഭാഷകളിലാണ് ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത്. അതായത് അവർ സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന പ്രാദേശിക ഭാഷകളിൽ. അന്ന് സംസ്കൃതത്തിലാണ് അധികവും രചനകളൊക്കെ നടത്തിയിരുന്നത്. അതൊന്നും സാധാരണ ആളുകളുടെ ഇടയിലേക്ക് എത്തിയിരുന്നില്ല. അപ്പോൾ ഈ പ്രാദേശിക ഭാഷയിൽ ഭക്തിഗാനങ്ങൾ അവരെങ്ങനെ പാടി നടന്നു. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഭക്തി വേഗം പ്രചരിച്ചു. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അനാചാരങ്ങളും അന്നെങ്ങനെയായിരുന്നു? സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? അനാചാരങ്ങളായിരുന്നു അല്ലേ. പിന്നെ അസമത്വങ്ങളായിരുന്നു. അനാചാരങ്ങളും, അതായത് ആവശ്യമില്ലാതെ ഒരുപാട് ആചാരങ്ങൾ ഉണ്ടായിരുന്നു. അസമത്വങ്ങൾ, ഒരു സമത്വം ഉണ്ടായിരുന്നില്ല. എല്ലാവരും വേർതിരിച്ചാണ് കണ്ടിരുന്നത്. ജാതിയുടെയും തൊഴിലിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ എല്ലാവരും വേർതിരിച്ചാണ് കണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളൊക്കെ ആകെ എന്തായിരുന്നു, ജനങ്ങൾക്കൊരു ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഭക്തിപ്രസ്ഥാനം വന്ന് ഇവരുടെ ഈ പ്രാദേശിക ഭാഷയിൽ തന്നെ ഭക്തിഗാനങ്ങളൊക്കെ ആലപിച്ചത് കൊണ്ടും ഇവരൊക്കെ ദേശസഞ്ചാരം നടത്തിയിരുന്നതുകൊണ്ടും സാധാരണ ജനങ്ങളൊക്കെ ഇതിൽ ആകൃഷ്ടരായി. അങ്ങനെ ഇത് സാധാരണക്കാരെ സ്വാധീനിച്ചു. അപ്പോൾ ഇവരുടെ രചനകളും പാട്ടും എല്ലാം സാധാരണ ആളുകളെ സ്വാധീനിച്ചു. പിന്നെയോ സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായ ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. സമൂഹത്തിൽ അന്ന് സതി ഉൾപ്പെടെ ശൈശവ വിവാഹം ഉൾപ്പെടെ ഒരുപാട് അനാചാരങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ചോദ്യം ചെയ്യപ്പെട്ടു. പിന്നെയോ ജാതിമത ഭേദമന്യേ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഈ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ ഈ ആഴ്വാർമാരുടെയും നായനാർമാരുടെയും രചനകളൊക്കെ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. അപ്പം ആഴ്വാർമാരുടെ രചനകൾ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്? 4000 ദിവ്യ പ്രബന്ധം.
4000 ദിവ്യപ്രബന്ധം എന്നുള്ളത് ആഴ്വാർമാർ രചിച്ച കൃതികളാണ്. നായനാർമാർ രചിച്ച കൃതികളോ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഒരു ചിത്രം കൊടുത്തിരിക്കുന്നത് CE 1700 തമിഴ്നാട്ടിലെ ഒരു ശിവക്ഷേത്രത്തിൽ നിന്നും കണ്ടെടുത്ത തേവാരം എന്ന കൃതിയുടെ കൈയെഴുത്ത്. ഒരു ചിത്രം വലത്ത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇനി ഭക്തി പ്രസ്ഥാനത്തിലെ പ്രധാന കവികൾ ആരൊക്കെയാണെന്നാണ്. വിഷ്ണു ഭത്തർ, അതായത് ആഴ്വാർമാർ. ഈ വിഷ്ണു ഭത്തർ എന്ന ആഴ്വാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണു ഭത്തർ, അതിൽ പ്രധാനപ്പെട്ട കവി കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. ആരൊക്കെയാണ് ഈ ആഴ്വാർമാരിലെ പ്രധാനപ്പെട്ട കവികൾ? അതായത് വിഷ്ണുഭദ്രായ ആഴ്വാർമാരിലെ കുലശേഖര ആഴ്വാർ, പെരിയാഴ്വാർ, നമ്മാഴ്വാർ, ആണ്ടാൾ. പിന്നെ ശിവഭക്തർ, അതായത് നായനാർമാർ. അവരുടെ ഇടയിലെ പ്രധാനപ്പെട്ട കവികൾ കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ആരൊക്കെയാണ്? കാരയ്ക്കൽ അമ്മയാർ, അപ്പർ, സമ്പന്തർ, സുന്ദരർ, മാണിക്യവാസകർ. ഇനിയൊരു ചോദ്യമുണ്ട്. ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? കുറിപ്പ് തയ്യാറാക്കൂ. എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി? പ്രാദേശിക ഭാഷയിൽ കൃതികളൊക്കെ രചിച്ചു. ജനങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. ജനങ്ങൾക്കിടയിൽ അതുകൊണ്ട് ഭക്തി പ്രചരിച്ചു. പിന്നെയോ അനാചാരങ്ങളും അസമത്വങ്ങളുമൊക്കെ അവർ ചോദ്യം ചെയ്തു. ഈ സാധാരണ ആളുകളെ ഈ ഗാനങ്ങളൊക്കെ അവരെ സ്വാധീനിച്ചു. പിന്നെയോ ഒരുവിധം ജനങ്ങളെല്ലാം തന്നെ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി. അങ്ങനെ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കി. ഇതൊക്കെയാണ് അതിൻ്റെ ഉത്തരം വരുന്നത്. അടുത്തത്, ഭക്തി പ്രസ്ഥാനം ക്രമേണ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. വിവിധ പ്രദേശങ്ങളിലെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരെ നമുക്ക് പരിചയപ്പെടാം. ബസവണ്ണ എന്ന് പറഞ്ഞാൽ കന്നഡ ദേശത്തെ മനുഷ്യസ്നേഹി. ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപം എന്ന ചർച്ചാവേദിയിൽ നടന്ന ഒരു ചർച്ചയുടെ ചിത്രീകരണമാണ് ചുവടെ ചേർത്തിട്ടുള്ളത്. ചിത്രം ശ്രദ്ധിക്കൂ. അപ്പോൾ ബസവണ്ണ എന്ന് പറയുന്നത് കന്നഡ ദേശത്തെ ഒരു മനുഷ്യസ്നേഹിയാണ്. അദ്ദേഹം അനുഭവ മണ്ഡപം എന്നൊരു ചർച്ചാവേദി നടത്തിയിരുന്നു. അതിൻ്റെ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അവിടെ ആളുകൾ വന്ന് പലതരത്തിലുള്ള ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. അതായത് ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകൾ വേർതിരിക്കുന്നത് എന്തിനാണ്, അങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് പലതരം ചർച്ചകളെല്ലാം അവിടെ നടത്തിയിരുന്നു. അനുഭവ മണ്ഡപത്തെക്കുറിച്ച് വായിക്കാം. 12ാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാവേദിയാണ് അനുഭവ മണ്ഡപം. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. ജാതി, ലിംഗവിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിരുന്നു. ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത്. ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. അപ്പോൾ ബസവണ്ണ സ്ഥാപിച്ച അനുഭവ മണ്ഡപം 12ാം നൂറ്റാണ്ടിലാണ് ഇത് സ്ഥാപിച്ചത്. ഒരു ആത്മീയ ചർച്ചാവേദിയായിരുന്നു ഇത്. അല്ലമ്മ പ്രഭു, അക്ക മഹാദേവി ഇവരൊക്കെയാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. അതായത് പിന്നെ ജാതി ലിംഗ വിവേചനങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാവർക്കും അവിടെ ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിരുന്നു. അവർ വന്നിരുന്നത് എന്തിനാ? ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമൊക്കെ ആളുകൾ വന്നിരുന്നു. ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു നൽകി. ചോദ്യമുണ്ട്. ഇതിൽ നിന്നും അക്കാലത്തെ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായെന്ന് എഴുതൂ. ഈ അനുഭവ മണ്ഡപം വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലായത്? അക്കാലത്ത് നിലനിന്നിരുന്ന സാമൂഹിക അവസ്ഥ എങ്ങനെയാണ്? അതായത് ഒന്ന്, ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. തൊഴിൽപരമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു. പിന്നെയോ
ലിംഗവിവേചനങ്ങൾ, അതായത് സ്ത്രീയെന്നും പുരുഷനുമെന്നുമുള്ള വിവേചനങ്ങൾ നിലനിന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്തൊക്കെയാണ്? ജാതീയമായ വിവേചനങ്ങൾ നിലനിന്നിരുന്നു, വിവേചനം നിലനിന്നിരുന്നു, തൊഴിൽ വിവേചനം നിലനിന്നിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ. സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അവയെ തുടച്ചു നീക്കുവാനും പ്രയത്നിച്ചു. സ്വാതന്ത്ര്യം, സമത്വം, സാമൂഹ്യനീതി എന്നിവയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടാണ് ബസവണ്ണ മുന്നോട്ട് വെച്ചത്. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അപ്പോൾ 12-ാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത്, ഇന്നത്തെ കർണാടക, അവിടെയായിരുന്നു ഈ ബസവണ്ണ ജീവിച്ചിരുന്നത്. അദ്ദേഹം തത്വചിന്തകനായിരുന്നു, സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, കൂടാതെ ഒരു കവിയും കൂടിയായിരുന്നു. അദ്ദേഹം എന്തൊക്കെ ചെയ്തു? സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ തീരുമാനിച്ചു. അതായത് അന്ന് ജനങ്ങൾക്കിടയിലും സമൂഹത്തിലും ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു. പിന്നെയും അവയെ തുടച്ചു നീക്കുവാനും, അതായത് ജനങ്ങൾക്കിടയിൽ ഒരു ബോധവൽക്കരണം നടത്തുക. കാരണം ജനങ്ങൾ ആരെല്ലാമോ പറയുന്നത് കേട്ട്, അതായത് ഉയർന്ന ജാതിക്കാരൻ പറയുന്നത് താഴ്ന്ന ജാതിക്കാരൻ അനുസരിക്കണം, ഇന്ന തൊഴിൽ ചെയ്യുന്നയാൾ ഇന്ന സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ്. ഇതെല്ലാം ജനങ്ങൾക്കിടയിൽ, അതായത് ജന്മം കൊണ്ട് തൊഴിൽ കൊണ്ടൊന്നും ആരും സമൂഹത്തിൽ മഹാനായി തീരുന്നില്ല. അവരുടെ പ്രവൃത്തികൾ കൊണ്ടാണ് എല്ലാവരും മഹാന്മാരായി തീരുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾക്ക് അദ്ദേഹം ബോധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം ഇത് എങ്ങനെയാണ് ഇത് ജനങ്ങൾക്കിടയിൽ എത്തിക്കുക? അതിനു വേണ്ടിയിട്ടാണ് ഈ കാഴ്ചപ്പാട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീരശൈവ പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനം അദ്ദേഹം ആരംഭിച്ചത്. ആ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ ആശയങ്ങളെല്ലാം അദ്ദേഹം ഏകോപിപ്പിച്ചത്. അതായത് സമൂഹത്തിൽ തിന്മകൾക്കെതിരെ പോരാടാനൊക്കെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചത്. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നവയാണ്. വായിക്കാം. ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. ജാതി വിവേചനത്തിനും സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ശൈശവ വിവാഹത്തെ എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം, വിധവ പുനർവിവാഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കർണാടകയിലെ ബസവ കല്യാണിൽ സ്ഥാപിച്ചിരിക്കുന്ന ബസവണ്ണയുടെ പ്രതിമ വലത്തെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ചിത്രം നിരീക്ഷിക്കണം. അപ്പോൾ ഈ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അവർ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തു. വേദങ്ങളുടെ പ്രാമാണികതയെ ചോദ്യം ചെയ്തു. ബ്രാഹ്മണരായിരുന്നല്ലോ അന്ന് സമൂഹത്തിൽ ഉന്നത കുലജാതർ. അവരാണ് ഈ വേദങ്ങളും എല്ലാം രചിച്ചത്. ഈ വേദങ്ങളനുസരിച്ച് ഈ താഴേക്കിടയിലുള്ള ആളുകൾ ജീവിക്കണം എന്ന് അവരാണ് നിർബന്ധപൂർവം സമൂഹത്തിൽ അവതരിപ്പിച്ചത്. അപ്പം ഈ ബ്രാഹ്മണരുടെ സമൂഹത്തിലുള്ള മേധാവിത്വത്തെ ചോദ്യം ചെയ്തു. പിന്നെ വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. കാരണം വേദങ്ങളിൽ എപ്പോഴും ഈ ബ്രാഹ്മണരെയാണ് ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രാമാണികതയെയും ചോദ്യം ചെയ്തു. പിന്നെയോ ജാതി വിവേചനത്തിന്, അതായത് താഴ്ന്ന ജാതിയെന്നോ ഉയർന്ന ജാതിയെന്നോ ഉള്ള വ്യത്യാസം, അതെല്ലാം അവർ ചോദ്യം ചെയ്തു. പിന്നെ സ്ത്രീ വിവേചനത്തിനുമെതിരെ, അതായത് സമൂഹത്തിൽ സ്ത്രീകളെ ഏറ്റവും അവഗണിച്ചാണ് അന്ന് സ്ത്രീകൾ എന്ന് പറയുന്നത് പുരുഷൻ്റെ പുറകെ നിൽക്കേണ്ടവരാണ്, അല്ലെങ്കിൽ സ്ത്രീ ഒരു അടിമയെ പോലെയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് സമൂഹത്തിലെ ചിന്താഗതി. അപ്പം ഈ സ്ത്രീകൾക്ക് സ്ത്രീ വിവേചനത്തിനെതിരെ ഈ വീരശൈവ പ്രസ്ഥാനം ശബ്ദമുയർത്തി. അതിനുവേണ്ടി ജനങ്ങളെ ബോധവൽക്കരിച്ചു. പിന്നെ ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. ഏകദൈവ വിശ്വാസം എന്ന് വെച്ചാൽ അതായത് ഒരുപാട് ദൈവങ്ങളെ ആരാധിക്കുന്നതിന് പകരം ഒരു ദൈവത്തെ മാത്രം ആരാധിക്കുക.
അങ്ങനെ ഏകദൈവ വിശ്വാസം പ്രോത്സാഹിപ്പിച്ചു. പിന്നെയോ തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതായത് ഏത് തൊഴിലിനും അതിൻ്റേതായ അന്തസ്സുണ്ട്. അപ്പോൾ ഈ അധ്വാനിക്കുന്നവനും മണ്ണിൽ പണിയെടുക്കുന്നവനും എല്ലാം അവരാണ് സമൂഹത്തിലെ ഉയർന്ന ആളുകളായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ തൊഴിലിൻ്റെ അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. കാരണം ഈ അധ്വാനിക്കുന്ന ആളുകളും ഈ താഴേക്കിടയിലുള്ള തൊഴിലുകൾ ചെയ്യുന്ന ആളുകളും ഇല്ലെങ്കിൽ പിന്നെ ആ സമൂഹത്തിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ബ്രാഹ്മണർ വന്ന് ഇതൊക്കെ ചെയ്യുമോ? ഇല്ല. അപ്പോൾ ഇവരാണ് ഈ തൊഴിൽ ചെയ്യുന്നവരും അധ്വാനിക്കുന്നവരുമാണ് സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തലത്തിൽ വരേണ്ടതെന്ന് ഈ വീരശൈവ പ്രസ്ഥാനം ബോധ്യപ്പെടുത്തി. പിന്നെയോ ശൈശവ വിവാഹത്തെ എതിർക്കുകയും പെൺകുട്ടികളെ വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിപ്പിക്കും. 10 വയസ്സുള്ളപ്പോഴും 9 വയസ്സുള്ളപ്പോഴുമൊക്കെ. അപ്പോൾ അതൊക്കെ എതിർത്തു. വിധവകളെ, അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകളാണ് വിധവകൾ, അവരുടെ പുനർവിവാഹം പ്രോത്സാഹിപ്പിച്ചു. ഈ വിധവകൾ പിന്നീട് കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെയൊരു ചിന്താഗതി സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ വിധവ പുനർവിവാഹത്തെയൊക്കെ ഈ പ്രസ്ഥാനം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ ബസവണ്ണയുടെ സന്ദേശങ്ങൾ. അതായത് അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായിരുന്നു, എല്ലാറ്റിലും ഉപരി ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. പിന്നെ എല്ലാവർക്കും സമത്വം, ഒരു തുല്യത, അദ്ദേഹം അതെല്ലാം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പം ഇതെല്ലാം ബസവണ്ണയുടെ സന്ദേശങ്ങളാണ്. മനുഷ്യസ്നേഹവും സമത്വവും എന്ന് പറയുന്നത്. ഇതൊക്കെ ഉയർത്തിക്കാട്ടിയ സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. അതായത് ഒരു രാജ്യമെന്ന് പറയുന്നത്, ഒരു രാഷ്ട്രം എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ചിന്തയും പ്രവൃത്തിയും നന്നാകണം. അതായത് ഉയർന്ന തലത്തിൽ ചിന്തിക്കണം. ഒരിക്കലും ഒരു സങ്കുചിതമായ ചിന്താഗതികൾ ഉണ്ടാകരുത്. വിശാലമായി തന്നെ ചിന്തിക്കണം. എല്ലാവരും ഒരേപോലെയാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഏത് ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. എല്ലാ മനുഷ്യനും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അത് ഏത് ജാതിയിൽപ്പെട്ടു എന്നുള്ളതിലല്ല കാര്യം, അവകാശങ്ങൾ എല്ലാവർക്കും തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. അതെ, ഈശ്വരനെ ആരാധിക്കുന്നതിൽ ഇടനിലക്കാർ വേണ്ട. അതായത് ക്ഷേത്രങ്ങളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചിട്ട് വരാം അല്ലേ. അതിന് പകരം നമ്മൾ ഈ പൂജ ചെയ്യുന്ന ആളുകളോട് പറഞ്ഞ് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പം അതിന് ഇടനിലക്കാർ വേണ്ട. നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമുക്ക് തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ അതായത് ഈ ബ്രാഹ്മണ മേധാവിത്വം ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ പുനർജന്മമില്ല, ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. പുനർജന്മം, അതായത് അന്നൊക്കെ ഈ ബ്രാഹ്മണ മേധാവിത്വം അവർ പറഞ്ഞത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ജന്മമുണ്ട്, 7 ജന്മങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. ഈ ജന്മം എന്തൊക്കെയാണോ ഈ ജന്മത്തിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുക, അല്ലാതെ പുനർജന്മമില്ല. നമ്മൾ അടുത്ത ജന്മത്തിൽ നന്നായി ജീവിക്കാമെന്ന് കരുതി ഈ ജന്മം നമ്മൾ ഒരു ഒരു മര്യാദയില്ലാതെ ജീവിക്കരുത്. അപ്പോൾ അടുത്ത പുനർജന്മം നോക്കരുത്. അങ്ങനൊരു ജന്മമില്ല. ഈ ജന്മത്തിൽ നമ്മുടെ പ്രവൃത്തികൾ എല്ലാം നന്നായിരിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ബസവണ്ണയുടെ മനുഷ്യസ്നേഹവും സമത്വവും ഉയർത്തിക്കാട്ടിയ സന്ദേശങ്ങൾ. ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും. ഏത് ജാതിയിൽപ്പെട്ടവനായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ്. ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല. പുനർജന്മമില്ല, ഈ ജന്മം ധന്യമാക്കി ജീവിക്കൂ. ചോദ്യം: വീരശൈവ പ്രസ്ഥാനം ജാതി വ്യവസ്ഥയെയും അസമത്വങ്ങളെയും ചോദ്യം ചെയ്തിരുന്നു. ഈ പ്രസ്താവന വിലയിരുത്തുക. ഈ പ്രസ്ഥാനം വിലയിരുത്തുക ഇത് തന്നെയാണ്, ഈ മുകളിൽ കിടക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ. അതായത് ഈ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്തതും വേദങ്ങളുടെ ആ മുകളിൽ കിടക്കുന്ന പോയിന്റ്സ് എല്ലാം ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തത് കബീറിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ഭാഗത്ത് പഠിക്കാം. എല്ലാവർക്കും നന്ദി.